ഹിന്ദു ദിനപത്രത്തിനും കെയ്സൺ PR ഏജൻസിക്കുമെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി DGPക്ക് പരാതി നൽകി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് അബിന്റെ പരാതിയിൽ പറയുന്നത്? ഇക്കാര്യത്തിൽ വേണു പ്രധാനമായും പറയുന്നത്, അതായത് സംസ്ഥാനത്ത് കലാപാഹ്വാനം അത് നടത്താനുള്ളൊരു നീക്കം അത് ഇതിന്റെ ഭാഗമായി ഹിന്ദു ദിനപത്രവും അതേപോലെ തന്നെ കൈസൺ PR ഏജൻസിയും നടത്തി. അതിന് അവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖാന്തരം പരാതി പറയുന്നത്. അതിൽ ഈ PR ഏജൻസിയും ഹിന്ദു ദിനപത്രവും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവമായി സംസ്ഥാനത്ത് ഒരു കലാപശ്രമത്തിനുള്ള നീക്കം നടന്നിട്ടും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണു, ശരി ഷഫീദ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കണ്ടല്ലോ. അതിൽ ആ PR ഏജൻസി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലെങ്കിൽ കേസെടുക്കുമോ എന്നാണ് പ്രതിപക്ഷം ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥമാകുന്ന സാഹചര്യമല്ലേ? ഉറപ്പായിട്ടും, കാരണം അതൊരു ഗൗരവമുള്ള വിഷയമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഒരു പ്രത്യേക മതവിഭാഗം, ആ മതവിഭാഗത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന തരത്തിലേക്കാണ് ആ അഭിമുഖം വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ആ അഭിമുഖം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ട് കത്തയക്കുന്നു. ആ കത്തിന് പിന്നാലെ അവർ നൽകിയ വിശദീകരണമാകട്ടെ കൈസൺ എന്ന് പറയപ്പെടുന്ന PR ഏജൻസി ഒരു PR ഏജൻസി വഴി നടത്തിയ അഭിമുഖത്തിൽ അതിലുണ്ടായ ഒരു ജേർണലിസ്റ്റിക് വീഴ്ച മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിന് രാഷ്ട്രീയമായ വലിയ പ്രത്യേകതയുണ്ട്, സാമുദായികമായിട്ടുള്ള പല പ്രത്യേകതകളുമുണ്ട്. ആ വിഷയങ്ങളടക്കം പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ സർക്കാരിനോ CPM-നോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം ഗൗരവമുള്ള ഒരു പരാമർശം നടത്തിയിട്ട്, അല്ലെങ്കിൽ ആ പരാമർശം അത് തിരികെ കയറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഹിന്ദു ദിനപത്രത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൈസൺ എന്ന് പറഞ്ഞ PR ഏജൻസി അവരെ സമീപിക്കുകയും കൈസൺ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഭാഗം എന്ന പേരിൽ അവർക്ക് നൽകിയ വിവരം പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഹിന്ദുവിന്റെ വിശദീകരണം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു നീക്കം ആ PR ഏജൻസിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണോ അങ്ങനെ ഒരു നീക്കം നടന്നത്? ഇനി മൂന്നാമത്തെ ചോദ്യമാകട്ടെ, എന്തിനായിരുന്നു ആ അഭിമുഖത്തിന് ഒരു PR ഏജൻസിയുടെ സഹായം സംസ്ഥാന സർക്കാർ നേടിയത്? മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയാണ് സംസ്ഥാനത്തെ IAN PRD. അപ്പോൾ സ്വന്തം വകുപ്പിൽ വിശ്വാസമില്ലാതെ മുഖ്യമന്ത്രി മറ്റൊരു PR ഏജൻസിയെ സഹായത്തിനായി തേടിയതാണോ? അതടക്കം വിവിധ ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത്. കേവലം പൊതുവേദിയിലെ പ്രസംഗത്തിനപ്പുറം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കം നടത്തുമോ എന്നുള്ളതാണ് നിർണായകം. ശരി, എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇന്നുകൂടി ഒരു പൊതുപരിപാടിയുണ്ട്. പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഇപ്പോൾ അദ്ദേഹം പൊതുപരിപാടിയിലാണ് വിശദീകരണം നൽകുന്നത്. ഇന്നും അതുകൊണ്ട് ഈ പുതിയ വിഷയത്തിൽ മുഖ്യമന്ത്രി കൂടുതൽ പ്രതികരിക്കുമോ എന്ന് കാത്തിരിക്കാം. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.